അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് നിർഭയത്വമുണ്ടാകും, അതുപോലെ തന്നെ നമ്മൾ തൗബ ചെയ്യും. ഇനി നമ്മൾ പേടിക്കുന്നവനാണെങ്കിൽ പേടിക്കപ്പെടുന്ന ആളുകളൊക്കെ തൗബ ചെയ്യും എന്നുള്ളതൊക്കെ വ്യാഖ്യാനമുള്ള ഒരു സ്വപ്നത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ വേണ്ടി പോകുന്നത്. എന്തായിരിക്കും അതിൻ്റെ വ്യാഖ്യാനം? നിർഭയത്വം എന്ന് പറയുമ്പോൾ പേടിയിൽ നിന്നുള്ള, ഭയത്തിൽ നിന്നുള്ള നിർഭയത്വം അതുണ്ടാവും. തൗബ ചെയ്യും. നമ്മൾ തൗബ എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ഭാഗ്യമാണ്. തൗബ എന്നുള്ളത് നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു കടമയാണ്, ഒരു കാര്യമാണ്. കാരണം നമ്മൾ ദിനവും ചെയ്യണം എന്നുള്ള പറഞ്ഞ ഇമാമികളൊക്കെ നമ്മൾ ദിനവും തൗബ ചെയ്യണം, എല്ലാ ദിവസവും തൗബ ചെയ്യണം. അപ്പോൾ തൗബ എന്ന് പറയുമ്പോൾ അതിനൊരു ഭാഗ്യം വേണം, അല്ലേ? ചില ആളുകൾ റമദാൻ മാസങ്ങളിൽ പള്ളിയിൽ നിന്ന് തൗബ ഉണ്ടാവും, 27-ാം രാവിന് തൗബയൊക്കെ ഉണ്ടാവും. അങ്ങനെ പള്ളിയിൽ നിന്ന് തൗബ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അതിനും ഭാഗ്യം ലഭിക്കാത്ത ആളുകളുണ്ട് തൗബ ചെയ്യാൻ. എന്നാലും ഒരു മാസത്തിൽ ഒരു വട്ടമെങ്കിലും തൗബ ചെയ്യണം എന്നാണ് അതിൻ്റെതായ രീതി. മനസ്സിലായല്ലോ? അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ വ്യാഖ്യാനം? ഇങ്ങനെ ഭയത്തിൽ നിന്നുള്ള നിർഭയത്വം ഉണ്ടാകും, അതുപോലെ തന്നെ തൗബ ചെയ്യും അവന്, പിന്നെ പേടിക്കുന്ന ആളുകളൊക്കെ തൗബ ചെയ്യും. ഇപ്പം ഇതിനൊക്കെ വ്യാഖ്യാനം പറഞ്ഞതാണ്, ഒരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമാണിത്. ഇപ്പം ഏത് സ്വപ്നമാണ് അതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മഹാനായ ഷെയ്ഖ് ഇമാം നാബൽസി എന്നവർ അവിടുത്തെ ഒരു കിതാബിൽ പറയുന്നു, 109-ാമത്തെ പേജിലാണ് പറയുന്നത്, ഉറക്കിൽ ഒരാൾ ഭയത്തെ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം നിർഭയത്വം എന്നാണ്. അപ്പം ഭയത്തിൽ നിന്നുള്ള നിർഭയത്വം. പിന്നെയോ തൗബൻ്റെ മേലിലും ഇത് അറിയിക്കുന്നുണ്ട്, അവൻ തൗബ ചെയ്യും എന്നും ഇതിനെന്തുണ്ട്, വ്യാഖ്യാനം ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒരു നല്ലൊരു വ്യാഖ്യാനം തന്നെയാണ്. തൗബ ചെയ്യുക എന്ന് പറയുമ്പോഴും എനിക്ക് നിർഭയത്വം ഉണ്ട് എന്ന് പറയുമ്പോഴൊക്കെ നല്ലൊരു വ്യാഖ്യാനമാണല്ലോ. പേടിക്കപ്പെടാനുള്ള വ്യാഖ്യാനം, നല്ല പ്രയാസപ്പെടുത്തുന്ന, വിഷമം ഉണ്ടാക്കുന്ന വ്യാഖ്യാനം എന്നല്ല. നമ്മൾ അനുമാനത്തിൻ്റെ വ്യാഖ്യാനമായിട്ട് എന്താണ് പറയുക, നമ്മളേതായ രീതിയിലൊരു സ്വപ്നം കണ്ടാൽ നമ്മളതിന് വ്യാഖ്യാനിക്കും അങ്ങനെയാണ് എന്നുള്ളത്, അല്ലെ? ഭയം സ്വപ്നം കണ്ടാൽ നമ്മൾ വിചാരിക്കും നമുക്ക് ഭയം ഉണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിക്കും എന്നുള്ളതായിരിക്കും നമ്മൾ വിചാരിക്കുക, നമ്മൾ അനുമാനത്തിൻ്റെ വ്യാഖ്യാനമായിട്ട് നമ്മൾ പറയാം. എന്നാൽ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നിർഭയത്വം ഉണ്ടാകും, അതുപോലെ തന്നെ തൗബ ചെയ്യും എന്നുള്ളതൊക്കെയാണ് മനസ്സിലാക്കി തരുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.